ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കുകയാണെങ്കിൽ അത് വെസ്ബർഗിന് എടുക്കണം. ഉം. വെസ്ബർഗിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഒരു പ്രോഗ്രാം കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് PG ഡിപ്ലോമ ഇൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പ്ലസ് PG ഡിപ്ലോമ ഇൻ മാർക്കറ്റ്. ഓക്കെ. ഈ രണ്ട് കോമ്പിനേഷനും കൂടി കൂടിയിട്ടുള്ള ഒരു എക്സ്ക്ലൂസീവ് പ്രോഗ്രാമാണ് വെസ്ബർഗ് പ്രൊവൈഡ് ചെയ്യുന്നത്. 1 ഇയർ ആണ് ഇതിന്റെ കോഴ്സ് ഡ്യൂറേഷൻ വരുന്നത്. പക്ഷേ ഇത് UK സർട്ടിഫിക്കേഷൻ ആണ് അതിന്റെ പ്ലസ് പോയിന്റ് വരുന്നത്. ഗുണായത് മാത്രമല്ല ഇതിൻ്റെ വേറൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ 6 മാസം നാട്ടിലും 6 മാസം ദുബായിലും പഠിക്കാന്നുള്ളൊരു ഓപ്ഷനാണ്. ഇത് വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെ കൊടുക്കണില്ല അല്ലെ? ഇല്ല, കേരളത്തിൽ ഇല്ല, വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടും ഇല്ല. 6 മന്ത് ഇവിടെയും 6 മന്ത് ദുബായിലും കൊടുക്കണില്ലേ? മാത്രമല്ല ഇപ്പോൾ ജെനിഫർ പറഞ്ഞ പോലെ തന്നെ 2 കോഴ്സായിട്ട് കൊടുക്കണം. PG ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ്, PG ഡിപ്ലോമ ഇല്ല. PG അത് ആരും കൊടുക്കുന്നില്ല. ഇപ്പോൾ PG ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് നമ്മൾ പഠിപ്പിക്കാനുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് പൊസിഷനിൽ വർക്ക് ചെയ്യാന്നുള്ളത്. Exactly. നോർമൽ ഇപ്പോൾ ദുബായിലൊക്കെ ഏറ്റവും കൂടുതൽ വാക്കൻസി വരുന്നത് ഇപ്പം ബിസിനസ് ഡെവലപ്മെൻറ്റ് മാനേജർ, അതുപോലെ CMO അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഓഫീസർ, മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ്, ഇങ്ങനെ കുറേ പൊസിഷൻസ് അതാണ്. പക്ഷേ ഒരു ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിച്ച ഒരാൾക്ക് ഒരിക്കലും മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് അല്ലെങ്കിൽ BDMO അല്ലെങ്കിൽ CMO എന്നുള്ള ഹയർ പൊസിഷനിൽ പഠിക്കാൻ വർക്ക് ചെയ്യാൻ പറ്റില്ല, വർക്ക് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. പക്ഷേ അതുകൊണ്ടാണ് വെച്ചാൽ നമ്മളെ കോഴ്സ് പഠിക്കുമ്പോൾ എന്ന് വെച്ചാൽ PG ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗും PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഈ 2 കോഴ്സും കൂടി ഇവർ പഠിക്കുമ്പോൾ ഉള്ള ഒരു ഗുണം എന്ന് വെച്ചാൽ ഇവർക്ക് എന്താ BDM ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ ഡിജിറ്റൽ മാർക്കറ്റായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പിന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതുപോലെ CMO ആയിട്ട്, അതായത് C-ലെവൽ എംപ്ലോയീസ് അല്ലെ ചീഫ് മാർക്കറ്റിംഗ് ഓഫീസറായിട്ട് വരെ വർക്ക് ചെയ്യാൻ പറ്റും. ഏറ്റവും ഹയർ പൊസിഷനാണ് ഒരു കമ്പനിയിലുള്ള C-ലെവൽ എംപ്ലോയീസ്. ഇവരാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മാനേജേഴ്സിനും ഡിജിറ്റൽ ഓഫീസ് ഇവരൊക്കെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. ആ ഒരു പൊസിഷനിൽ ഇവർക്ക് പെട്ടെന്ന് എത്തണം. കാരണം വെച്ചാൽ ഇവർ പഠിച്ചത് മാർക്കറ്റിംഗും PG ഡിപ്ലോമ മാർക്കറ്റിംഗും പ്ലസ് PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗും. അപ്പോൾ പെട്ടെന്ന് കമ്പനി നോക്കുമ്പോൾ ഇവർക്ക് 2 ക്വാളിഫിക്കേഷൻ 2 ഏരിയയിലും എക്സ്പേർട്ടാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഹയറിങ് നടക്കും. ഈവൺ ഒരു മാർക്കറ്റിംഗ് മാനേജറായിട്ടാണെങ്കിലും ഇവരെ പെട്ടെന്ന് ഹയറിങ് നടക്കും. ഇവർ 2 പാർട്ടും കൂടി പഠിച്ചുകൊണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് പഠിക്കുകയാണെങ്കിൽ PG ഡിപ്ലോമ ഡിജിറ്റൽ മാർക്കറ്റിംഗ് വെസ്ബർഗിൽ തന്നെ പഠിക്കുക. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ 2 ക്വാളിഫിക്കേഷൻ PG ഡിപ്ലോമ ഇൻ മാർക്കറ്റിംഗ് കൂടി ഇതിൽ ആഡാണ്. മാത്രമല്ല UK ക്വാളിഫിക്കേഷൻ ആണ്. അത് 180 കൺട്രീസിൽ അപ്രൂവ്ഡ് ആണ്. ഇവർക്ക് സെക്കൻഡ് പാർട്ട് ദുബായിൽ പോകാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. ഓൾറെഡി നമ്മൾ ഇവർക്ക് കോഴ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ പറഞ്ഞു. ഈ റിച്ചർ മാർക്കറ്റിൽ മാത്രം ഏരിയയിലേക്ക് വരികയാണെങ്കിൽ സാധാരണ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടും കൊടുക്കുക ഒരു 3-4 ഇതൊന്ന് ഏരിയയിലായിട്ട് ഒതുങ്ങുക ചെയ്യാം. 3-4 മൊഡ്യൂൾ. അതായത് നോർമലി ഒരു SEO, CMA, SMM പ്ലസ് ഒരു ക്യാൻവ ഇത്രയിൽ ഒതുങ്ങലാണ് സാധാരണ ഉണ്ടാകുക. അതെ. അപ്പോൾ നമ്മളടുത്ത് ഒരുപാട് കുട്ടികൾ ഇൻ്റർവ്യൂവിനൊക്കെ വരുന്ന സമയത്ത് അവർക്ക് ഒരു പരിധി കൂടുതൽ ടെക്നിക്കലി ഒന്നും അറിയില്ല. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ആ ഒരു ബേസ് മാത്രം പഠിച്ചു പോകുക എന്നുള്ളതാണ്. പക്ഷേ നമ്മളിവിടെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഏജൻസി ബേസ്ഡ് ആയിട്ട് കൊടുക്കുക, AI ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഏജൻസി ബേസ്ഡ് ആയിട്ട് കൊടുക്കുക. അപ്പോൾ ഫസ്റ്റ് കുട്ടികളെ കൂടെ ഡൊമൈനൊക്കെ പർച്ചേസ് ചെയ്യിപ്പിച്ച് അത് SEO ചെയ്ത് തുടങ്ങുന്നത് മുതലാണ് നമ്മൾ ഇവരെ കൊണ്ട് കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഇവർ 6 മാസം ആകുമ്പോഴേക്കിന് ഇവർ ഓർഗാനിക്കായിട്ട് ഇവരെ ഡൊമൈന് റാങ്ക് ചെയ്തിട്ടുണ്ടാവുന്നതാണ്. അപ്പോൾ ഈ ഒരു ലെവലിൽ വരുമ്പോൾ ഒന്ന് ഇവർ ഏത് സ്ഥലത്തിൽ ഇൻ്റർവ്യൂവിന് പോയി കഴിഞ്ഞാലും ഇവരെ ഇപ്പോൾ കൊടുക്കുന്ന ഒരു കീവേഡ് അടിച്ച് കഴിഞ്ഞാൽ ഇവരെ ടോപ്പിലുണ്ടവരുടെ ഡൊമൈൻ ഒന്ന്. രണ്ടാമത്തെ കാര്യം കൂടി ഇത് ഏജൻസി ബേസിൽ പഠിപ്പിക്കുന്നതുകൊണ്ട് തന്നെ അവർക്ക് അത്യാവശ്യം നല്ല പ്രാക്ടിക്കൽ നോളജ് ഉണ്ടാവും. പിന്നെ ഒരു ഇന്റേൺഷിപ്പിൻ്റെ പോലും ആവശ്യം ശരിക്കും അവർക്കില്ല. പിന്നെ മാത്രമല്ല സാധാരണ എല്ലാവരും ഡിജിറ്റൽ മാർക്കറ്റിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ അഡീഷണൽ എടുത്ത് പഠിപ്പിക്കുന്ന 2 കോഴ്സ് ഏരിയ ഉണ്ട്. അഡീഷണൽ പേ ചെയ്തിട്ട് പഠിക്കുന്ന ഒന്ന് പെർഫോമൻസ് മാർക്കറ്റിംഗ്, പിന്നെ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്ന ഏരിയാസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിൽ ഇൻക്ലൂഡാണ്. വേറെ ആരും ഇത് ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ഒരു ഏരിയയാണ് ഡ്രോപ്പ് ഷിപ്പിംഗ് ഒക്കെ. അതായത് ഡ്രോപ്പ് ഷിപ്പിംഗ് ഷോപ്പിഫൈ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമിലൊക്കെ ജസ്റ്റ് ഒരു മീഡിയേറ്ററായിട്ട് നമ്മൾ കയറിയാൽ മതി. അതിന് പ്രത്യേകിച്ച് ഒരു എക്സ്പെൻസും ഇല്ല. നമ്മുടെ വെബ്സൈറ്റിൽ ഒരു മീഡിയേറ്ററായിട്ട് കയറി കഴിഞ്ഞാൽ ആ ഷോപ്പിഫൈയിൽ ത്രൂ നടക്കുന്ന ബിസിനസ്സിന് നമ്മുടെ അക്കൗണ്ടിലേക്ക് ഏർണിങ്സ് വരികയാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ സാധാരണ കുട്ടികൾ ഈ ഡിജിറ്റൽ മാർക്കറ്റിംഗായിട്ട് പിന്നെ അഡീഷണൽ പേയ്മെൻറ്റ് കൊടുത്ത് അഡീഷണൽ കോഴ്സായിട്ട് പഠിക്കുക. പക്ഷേ ഈ സാധനങ്ങളൊക്കെ നമ്മൾ ഏതിൽ ഇൻക്ലൂഡ് ആക്കുന്നുണ്ട്, നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്. അപ്പോൾ കുട്ടികൾക്ക് ആ പഠിക്കുന്ന സമയത്ത് തന്നെ ഏർണിങ്സും കൂടി കിട്ടുകയാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ വർക്ക് കൊടുക്കുന്നത് ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള കമ്പനീസിൻ്റെ ആണ്. അപ്പോൾ ഇവർക്ക് ദുബായിൽ പോകുമ്പോൾ തന്നെ അവിടെ പെട്ടെന്ന് ജോബ് കിട്ടാനും ഒക്കെ ഈസിയാണ്. അതുകൊണ്ട് കാരണം വെച്ചാൽ അവർക്ക് വർക്കൊക്കെ ആ ബേസിൽ തന്നെ വലിയ പ്രാക്ടിക്കലി ഇവർ ചെയ്ത് പോണത്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് ആയിട്ടാണ്. ഇനി ഇതിൽ ഓരോ മേഖലയിലും ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് തന്നെ ഞാൻ പറഞ്ഞില്ലേ, SEO ആണെങ്കിലും ഇപ്പോൾ നമ്മുടെ ഈ ഒരു കോഴ്സ് തന്നെ ഗ്രാഫിക് ഡിസൈനിങ് പഠിപ്പിക്കുന്നുണ്ട്, അതുപോലെ വീഡിയോ എഡിറ്റിംഗ് പഠിപ്പിക്കും. അപ്പോൾ ഇതിലൊക്കെ എക്സ്പേർട്ടുകളാണ് അവർ പഠിപ്പിക്കുന്നത്. പ്ലസ് ഇതിന് ഓരോന്നിനും സപ്പോർട്ടീവ് ആകുന്ന AI ടൂളുകൾ കൂടി നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. സാധാരണ ആളുകൾ ഈ AI ഇൻ്റഗ്രേറ്റർ എന്നൊക്കെ പറയുമ്പോൾ ഇത്ര ടൂളുകൾ ഉണ്ടെന്ന് പഠിപ്പിക്കുള്ളൂ. ഈ ടൂള് എന്തിനാണ്, ഇതുകൊണ്ട് എന്തൊക്കെയാണ് നമുക്ക് ഈ ഡിജിറ്റൽ മാർക്കറ്റിങ്ങിലേക്ക് കൂടുതൽ പ്രൊഡക്റ്റീവ് ആക്കുമ്പോൾ എന്തൊക്കെ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പക്ക അവർ പഠിപ്പിച്ചിട്ടാണെന്നതാണ്. ഇപ്പോൾ നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇവരെ കുട്ടികൾക്ക് പിന്നെ SEOയിൽ ഇപ്പം മെയിനായിട്ട് ഒരു ബാക്ക് ലിങ്ക് ചെയ്യുന്ന സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് ആദ്യം ഈ ബാക്ക് ലിങ്കിലൊക്കെ പറഞ്ഞ സമയത്ത് ഒരു ദിവസം നമുക്കൊരു 10 എണ്ണം 15 എണ്ണം 20 എന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ ടാർഗറ്റ് കൊടുത്തിരുന്നത് ആദ്യം
ഒരു 100 ഒക്കെ ചെയ്യണമെന്നാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളെ ഡിജിറ്റൽ മാർക്കറ്റിംഗ് എക്സ്പേർട്ടെല്ലാം വന്നിട്ട് പറഞ്ഞു, സാർ ഇനി ഇങ്ങനെ ഒരു ടൂൾ ഉണ്ട്, രാവിലെ വന്നിട്ട് എന്ത് ചെയ്താൽ മതി, ഇതിങ്ങനെ ചെയ്ത് വെച്ച് പോയി നമുക്ക് നമ്മളെ പണിയെടുക്കാം. തിരിച്ച് വന്ന് ഒരു അരമണിക്കൂർ കഴിയുമ്പോഴേക്കും 100 ബാക്കിലിംഗ് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോന്നിനും എങ്ങനെയാണ് ഉപയോഗിക്കാൻ നടക്കുന്നതോട് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ ക്യാൻവാനെ സപ്പോർട്ട് ചെയ്ത ക്ലൗഡ് ഇപ്പം നമ്മൾ ഇവിടെ ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് ചെയ്യിപ്പിക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്ലൗഡൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഡിസൈനുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുകയാണ്. ഇപ്പോൾ ക്യാൻവയിൽ ചെയ്യുന്നതിനെക്കാട്ട് ഒന്നും കൂടി അടിപൊളിയായിട്ട് ഈ ഷെഡ്യൂൾ ചെയ്ത് വെക്കാം. ക്ലൗഡിൽ അങ്ങനെ കുറേ നമ്മളെ AI ടൂൾസ് നമ്മൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഇൻഡെപ്ത് ആയിട്ടാണ് അവർക്ക് പഠിപ്പിക്കുന്നത്. അതല്ലാണ്ട് ജസ്റ്റ് ബേസിക് ടച്ച് ചെയ്ത് പോകുന്നതല്ല നമ്മൾ. നമ്മളിത് ഇൻ്റർവ്യൂവിന് കുട്ടികൾ വരുന്ന പറയുമ്പോൾ അവർക്ക് ടൂളുകൾ അറിയാം. ഈ ടൂളുണ്ട്. ഈവൻ ഒരു ChatGPT ആണെങ്കിൽ പോലും അതിനെങ്ങനെ പ്രോംപ്റ്റിങ് എങ്ങനെ ചെയ്യും എന്നുള്ള കുട്ടികൾക്ക് അറിയില്ല. അതാണ്. സാധാരണ ഗൂഗിളിൽ എങ്ങനെയാണോ സെർച്ച് ചെയ്യുന്നത് അതുപോലെയാണ് ഒരു ChatGPT ആണെങ്കിലും ജെമിനി ആണെങ്കിലും ഡീപ്സീക്ക് ഒക്കെ ആണ് ഒരു യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് ശരിക്കും ഒരു പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഏരിയ തന്നെ ഉണ്ട്. പക്ഷെ അത് നമ്മൾ ഇതിൽ കവർ ചെയ്ത് കൊടുക്കുകയാണ്. എങ്ങനെ പ്രോംപ്റ്റ് ചെയ്യണം, എങ്ങനെ ചോദിച്ചാലാണ് നമുക്ക് കറക്റ്റ് റിസൾട്ട് കിട്ടുക. അങ്ങനെ ഓരോ ടൂളും എവിടെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, എങ്ങനെ ചെയ്താലാണ് നമുക്ക് അതിൻ്റെ കറക്റ്റ് റിസൾട്ട് കിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചിട്ടാണ് ഈ കുട്ടികൾ നമുക്ക് കൊടുത്തത്. അതുകൊണ്ടാണ് വെസ്ബർഗിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് ഇൻറ്റേൺഷിപ്പിനല്ലാതെ ഡയറക്റ്റ് പ്ലേസ്മെൻറ്റിലേക്ക് പോകാൻ പറ്റുന്നത്.